ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ആവോലിയാണ്. ആവോലി മീനാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് പറയണേ. അപ്പോൾ ഈ മീനെല്ലാം നമുക്ക് വൃത്തിയാക്കിക്കൊണ്ട് വന്ന് അപ്പോൾ വൈകിട്ടായതുകൊണ്ട് വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെക്കുക കേട്ടോ. അപ്പം പിറ്റേ ദിവസം എടുക്കുമ്പോഴും നല്ല അടിപൊളിയായിട്ടിരിക്കുവേ. അപ്പം രാവിലെയായി ഞാൻ മീനെടുത്തിട്ടുണ്ട്. മീനെടുത്ത് ഇന്ന് നമുക്ക് ഇതൊന്ന് കറി വെക്കുന്ന കാണാമേ. അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണേ. അപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, എൻ്റെ ഈ പിന്നെ ഗ്യാസിൽ നിന്ന് നല്ല ആയിട്ടിത് വരുന്നുണ്ട് കേട്ടോ, പുക വരുന്നുണ്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കടുക് പൊട്ടിക്കഴിഞ്ഞ് ഉലുവായും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇത് 8 മാസമായതേ ഉള്ളൂ കേട്ടോ, ഈ ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളിപ്പഴവും സവാളയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അത് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 4 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇവിടെ നല്ലതായിട്ട് കുറുകി വേണം മീൻ കറി കേട്ടോ. അപ്പം ഞാൻ അരപ്പ് നല്ലതായിട്ട് എടുക്കുവേ. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരട്ടെ. മാറി വരുന്നിടം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഈ കുടംപുളിയില്ലേ, പുളി കഴുകി കുതിർക്കാൻ വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇനിയും ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ പിന്നെ ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണേ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം കേട്ടോ. അന്നേരം അരപ്പെല്ലാം തിളച്ച് വരട്ടെ. നമ്മുടെ അരപ്പെല്ലാം അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി പച്ചക്കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കാവേ. അപ്പം മീൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് പറക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. മീൻ കഷ്ണം എല്ലാം പറക്കിയിട്ട് അരപ്പുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെച്ച് പിന്നെ പറ്റിച്ചെടുക്കണേ. അപ്പം തീ കൂട്ടിയിട്ട് ഒരു തിള വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇട്ടെടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഉണ്ടോ ഇവിടെ നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചിലർ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കും. ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ലേ. അപ്പം നമ്മുടെ ചാറെല്ലാം കുറുകി വന്ന് കഷ്ണമെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സൂപ്പർ മണം എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻ കറിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ബാക്കി കൂട്ടാനൂടൊക്കെ ഒന്ന് ഞാൻ കാണിക്കാമേ. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത കൂട്ടാനുള്ളത് അവിയലാണ്. അപ്പോൾ ആ മുരിങ്ങക്കായും ഒക്കെ ഇട്ട് ഒരവിയൽ വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് നമുക്ക് മാങ്ങാച്ചാറുണ്ട്. പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. നല്ല അടിപൊളി കുത്തിരിച്ചോറുണ്ട് കേട്ടോ, ചൂട് പറക്കുന്ന കുത്തിരിച്ചോറും പിന്നെ ഗ്രാമ്പു ഇട്ട് വെള്ളം തിളപ്പിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കേട്ടോ, നമ്മൾ എണ്ണ ചേർത്തില്ലേലും ഇതിൻ്റെ ആവോലിയുടെ നെയ്യും പിന്നെ നമ്മൾ ആ ചേർത്ത വെളിച്ചെണ്ണ എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറിയുടെ പരുവം, അടിപൊളി മീൻ കറി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.